ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്തേ. ഇന്ന് സംസാരിക്കാൻ പോണത് മലപ്പുറത്തെ വളരെ പ്രസിദ്ധമായിട്ടുള്ള തിരുമാന്ധാംകുന്നിൽ അമ്മയെക്കുറിച്ചാണ്. കേട്ടിട്ടുണ്ടാവും, ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും തിരുമാന്ധാംകുന്നിലെ ഭദ്രകാളി ദേവിയെക്കുറിച്ച്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ദേവീക്ഷേത്രമാണ്. വളരെ വിശിഷ്ടമായിട്ടുള്ള പല സങ്കല്പങ്ങളും ഉള്ള ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിലേക്ക് കടക്കണില്ല. എന്നാലും നമ്മൾക്ക് പരിചിതനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ആ തിരുമാന്ധാംകുന്നിൽ അമ്മയോട് എങ്ങനെയാണ് ബന്ധമുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഇതിനു മുൻപ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ട പൂന്താനത്തിനെ കുറിച്ച്. നമുക്കറിയാം, ജ്ഞാനപ്പാന, ശ്രീകൃഷ്ണ കർണാമൃതം മുതലായിട്ടുള്ള അനേകം കൃതികൾ ആ ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ആളാണ് പൂന്താനം. പൂന്താനത്തിൻ്റെ ഒരു സവിശേഷത എന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹം ഭാഷയിലാണ്, അതായത് മലയാളത്തിലാണ് അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭാഷാ പ്രയോഗം ആയാലും ശരി, വളരെ ലളിതമായിട്ടാണ് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ. ജ്ഞാനപ്പാനൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, ഭാഗവതത്തിൻ്റെ തത്വം മുഴുവൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി സംസ്കൃതം അറിയാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഭാഗവതത്തിൻ്റെ വ്യാപ്തിയൊക്കെ നമുക്ക് അറിയണതാ, അത് മുഴുവൻ വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാർ, സാഹചര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ആ ജ്ഞാനപ്പാനെ കൂടെ ഒന്ന് കണ്ണോടിച്ചാൽ മതി. എല്ലാ കാര്യങ്ങളും വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അത്രയും മഹാത്മ്യമുള്ള ആളാണ്. പൂന്താനത്തിനെക്കുറിച്ച് കുറേ കഥകളും ഉണ്ട്. നമ്മളിതിന് മുൻപ് ഒരു വീഡിയോയിൽ പൂന്താനത്തിനെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിട്ടുമുണ്ട് ചില കഥകളൊക്കെ. ഇന്ന് പൂന്താനത്തിന് ആ തിരുമാന്ധാംകുന്നിലമ്മയായിട്ടുള്ള ബന്ധമാണ് പറയുന്നത്. പൂന്താനം ഇല്ലം കീഴാറ്റൂർ ഭാഗത്ത്, നിലമ്പൂരൊക്കെ അടുത്തായിട്ടാണ് വരിക. എൻ്റെ ഗൃഹത്തിൻ്റെ അടുത്താണ്. അപ്പോൾ ആ പൂന്താനം ശരിക്കും പൂന്താനത്തിൻ്റെ തട്ടകത്തിൽ അമ്മയാണ് തിരുമാന്ധാംകുന്നിലമ്മ. ഞങ്ങളുടെ ആ പ്രദേശം കീഴാറ്റൂർ, പാണ്ടിക്കാട്, ആ പ്രദേശത്തിലുള്ള എല്ലാവർക്കും തട്ടകത്തിലമ്മയാണ് തിരുമാന്ധാംകുന്നിലമ്മ. അപ്പോൾ ഈ പൂന്താനം അദ്ദേഹം കൃഷ്ണഭക്തനായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഭഗവാനെ, കൃഷ്ണനെ, വിഷ്ണുവിനെ കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം ദേവിയെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. ഭാഗവതത്തിൽ തന്നെ അതിന് എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കാത്യായനി വ്രതെടുത്ത ഗോപികമാരുടെ കഥ. രുക്മിണി ആരെയാണ് ആശ്രയിച്ചത്? ഉമാമഹേശ്വരിയാണ് ആശ്രയിച്ചത്, അല്ലേ? അങ്ങനെ തന്നെ ഇവിടെ പൂന്താനം ആ തിരുമാന്ധാംകുന്നിൽ അമ്മയെ ആശ്രയിച്ചിട്ടാണ് ഭഗവാനോട് അടുത്തത് എന്ന് വേണമെങ്കിൽ പറയാം. തിരുമാന്ധാംകുന്നിൽ ദർശനം നടത്തുക, ദേവിയെ ആരാധിക്കുക, ഇല്ലത്തെ ആരാധിക്കുക, ഇതൊക്കെ പതിവായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇല്ലം ഇന്നും അവിടെ ഉണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ ഭഗവതിയെ ആരാധിച്ചിരുന്ന ഒരു അറയൊക്കെ അവിടെ ഉണ്ട്. ഈ പൂന്താനം അദ്ദേഹത്തിന് ഒരിക്കൽ വസൂരി വന്നു എന്നാണ് പറയുന്നത്. വസൂരി നമുക്കറിയാം, ഇന്ന് ലോകത്തിലില്ലാത്തൊരു രോഗമാണ്. ഇംഗ്ലീഷിൽ സ്മോൾ പോക്സ് എന്ന് പറയും. വാക്സിനേഷനിലൂടെ മുഴുവനായിട്ട് ഈ ലോകത്ത് നിന്ന് ഇറാഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു രോഗമാണ്. പക്ഷെ പണ്ടത്തെ കാലത്ത് വസൂരി വന്നു കഴിഞ്ഞാൽ വളരെയധികം ക്ലേശം അനുഭവിച്ചിരുന്നു രോഗികൾ. അതേപോലെ തന്നെ അവരെ രക്ഷിക്കാൻ ഒരു മാർഗ്ഗമില്ല, അന്ന് ചികിത്സ ഇല്ല. പിന്നെ പലതരം വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അതുകൊണ്ടൊന്നും മുഴുവനായിട്ട് വസൂരി എന്നുള്ള രോഗത്തിൽ നിന്ന് മോചനം കിട്ടിയിരുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത് പകരും എന്നുള്ള ഒരു പേടി കൂടി ആ അടുത്തുള്ള കൂടെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ വസൂരി ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അയാളെ ആ ഗ്രഹത്തിൽ മരിക്കാൻ വിട്ടിട്ട് ആ ബന്ധുക്കൾ എല്ലാവരും പോവുക ചെയ്യുക അവിടുന്ന്. പൂന്താനത്തിന് ഇങ്ങനെ വസൂരി വന്നു എന്നാണ് പറയണത്. അങ്ങനെ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെല്ലാവരും അദ്ദേഹത്തിനെ ഉപേക്ഷിച്ചിട്ട് പോയി എന്നാണ് പറയുന്നത്. കാരണം അന്നത്തെ ഒരു സമ്പ്രദായം അങ്ങനെയാണ്. ആ ആളെ രക്ഷിക്കാൻ സാധിക്കില്ല, അയാളിൽ നിന്ന് ഇനി രോഗം നമുക്ക് പകർന്ന് നമ്മൾക്കും അപകടമായി കഴിഞ്ഞാൽ പറ്റില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങോട്ട് ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്യുക. പൂന്താനത്തിനെ ഇങ്ങനെ ഉപേക്ഷിച്ച് പോയ സമയത്ത് അദ്ദേഹത്തിന് വിഷമം വന്നു. ആ സമയത്ത് അദ്ദേഹം എന്താ ചിന്തിച്ചതെന്ന് വെച്ചാൽ, ഈ രോഗം വന്നിട്ട് രക്ഷപ്പെട്ട ആൾക്കാർ ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ രോഗം ഒരു പക്ഷേ എന്നെ ഉടലോടുകൂടി എന്നെ എടുക്കാനാവും വന്നിട്ടുണ്ടാവുക. അപ്പോൾ എൻ്റെ മരണം ഉറപ്പെങ്കിൽ ആ അവസാനത്തെ ദിവസങ്ങളിൽ, അല്ലെങ്കിൽ അവസാനത്തെ സമയം, നിമിഷങ്ങൾ ഞാൻ എൻ്റെ തട്ടകത്തിലമ്മയായിട്ടുള്ള തിരുമാന്ധാംകുന്നിലമ്മയെ പ്രകീർത്തിക്കാൻ ഉപയോഗപ്പെടുത്തട്ടെ എന്നാണ് അത്ര അദ്ദേഹം ചിന്തിച്ചത്. അങ്ങനെ ഈ ഒരു സമയത്ത് ആ ഇല്ലത്ത് ആ വിഷമമൊക്കെ അനുഭവിച്ച് ആ രോഗം അനുഭവിച്ചിരിക്കുന്ന കാലത്താണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള അംബാസ്തവം എന്ന് പറയുന്ന കൃതി അദ്ദേഹം എഴുതുന്നത്. അംബാസ്തവം മലയാളത്തിലുള്ള കൃതിയാണ്. തിരുമാന്ധാംകുന്നിലമ്മയെ കേശാദിപാദം വർണ്ണിക്കുന്ന ഒരു സ്തുതിയാണ് അംബാസ്തവം. ഈ അംബാസ്തവം ഇതിനു മുൻപ് ആദ്യകാലത്ത്, ഈ ചാനൽ തുടങ്ങിയ ആദ്യകാലത്ത് മൂന്നാമത്തെയോ നാലാമത്തെയോ വീഡിയോ ആയിട്ട് ഈ അംബാസ്തവം ചൊല്ലിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ചേർക്കുന്നുണ്ട്. വളരെ ഭംഗിയുള്ള ഒരു കൃതിയാണ്.
അമ്മയെ ഇത്ര ഭംഗിയായിട്ട് പ്രകീർത്തിക്കുന്നത് വേറെ ഒരു കൃതിയിലും കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. അത്ര ഭംഗിയിലാണ് ആ കേശാദിപാദം അമ്മയെ വർണ്ണിച്ചും കൊണ്ട് പൂന്താനം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ കൃതി അദ്ദേഹം എഴുതി തുടങ്ങി എത്ര ദിവസം എടുത്തു എന്നൊന്നും നമുക്കറിയില്ല കൃത്യമായിട്ട്. എന്തായാലും അമ്മയെ പ്രകീർത്തിച്ചും കൊണ്ടത് എഴുതി തുടങ്ങിയപ്പോൾ, ഭദ്രകാളിയാണ് ദേവി, സകല രോഗങ്ങളിൽ നിന്നും മുക്തി തരണ അമ്മയാണ്, എല്ലാവിധ ക്ലേശങ്ങളിൽ നിന്നും മുക്തി തരണ അമ്മയാണ്. ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഭരതനെ രക്ഷിച്ച ഭദ്രകാളിയെക്കുറിച്ച്, അല്ലേ? ആ നരബലി കൊടുക്കാൻ വേണ്ടി ഭരതനെ, ആ ഭഗവാനെ ആശ്രയിച്ചിട്ടുള്ള ഭരതനെ കൊണ്ടുവന്നപ്പോൾ ആ വിളിച്ചിട്ട് പോലും അല്ല, തന്നെ വധിക്കാൻ പോവുകയാണ്, അവിടെ കിടത്തുന്നുണ്ട്, വാള് വീശാൻ പുറപ്പെടുന്ന സമയത്ത് പോലും ഭരതൻ വിളിക്കണില്ല, ആശ്രയം അല്ലെങ്കിൽ ആരെങ്കിലും രക്ഷിക്കണേ, ഭഗവാനെ വിളിക്കണില്ല, ഭഗവതിയെ വിളിക്കണില്ല. ഇതാണ് ഭഗവാന്റെ ഇച്ഛയെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് തീരുമാനിച്ച് അവിടെ നിൽക്കുന്ന ആളാണ് ഭരതൻ. അങ്ങനെയുള്ള ഭരതൻ അങ്ങനെ വധിക്കപ്പെടേണ്ട ആളല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഭഗവാന്റെ തൻ്റെ സഹോദരൻ്റെ ഇഷ്ടഭക്തനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആർക്കാണോ നരബലി കൊടുക്കണം ആ ഭദ്രകാളി തന്നെ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ആ ഭരതനെ രക്ഷിക്കുകയാണ്. ആ ബലി കൊടുക്കാൻ പോണ ആൾക്കാരെ വധിച്ചും കൊണ്ട് ഭരതനെ സംരക്ഷിച്ചും കൊണ്ട് അവിടെ നമ്മൾക്ക് പരിപാലിക്കുന്നത് കാണാൻ സാധിക്കും ഭക്തനെ. അതേ ഭദ്രകാളിയെ ഇവിടെ പ്രകീർത്തിക്കുകയാണ് പൂന്താനം. ആംബാസ്തവം ഘനസംഘമിടയുന്ന തനുകാന്തി തൊഴുന്നീൻ അണിതിങ്കൾ കലചൂടും പുരീജട തൊഴുന്നീൻ. ഇങ്ങനെ തുടങ്ങണ അംബാസ്തവം അത് മുഴുവൻ അദ്ദേഹം എഴുതി തീർത്ത സമയത്ത് എത്ര ദിവസം എടുത്തു ഇതിനു മുമ്പ് പറഞ്ഞ പോലെ അറിയില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് രോഗങ്ങളൊക്കെ മാറി ആ ആയുസ് വർദ്ധിച്ചു, ആരോഗ്യം വർദ്ധിച്ചു. നമുക്കറിയാം അത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ അദ്ദേഹം ജീവിച്ചു ഭഗവാനെ ആരാധിച്ചും കൊണ്ട്, ഭാഗവതം വായിച്ചും കൊണ്ട്, ഭാഗവതം പറഞ്ഞു കൊടുത്തും കൊണ്ട്. അങ്ങനെ 90 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ആ വൈകുണ്ഠത്തിലേക്ക്, ഉടലോടുകൂടി വൈകുണ്ഠത്തിലേക്ക് പോയ ആളാണെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ആ പൂന്താനം അദ്ദേഹത്തിന് പിന്നെ യാതൊരു രോഗബാധ ഉണ്ടായിട്ടില്ല, രോഗത്തിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും പിന്നെ ആ മരണം വരെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്നാണ്. വസൂരി പോലെ അത്രയും അപകടകാരിയായിട്ടുള്ള, അന്ന് ചികിത്സ ഇല്ലാത്ത, അത്രയും ദേഹത്തിനെ ആ ക്ഷയിപ്പിക്കണ അങ്ങനെ ഒരു രോഗം വന്നിട്ട് പോലും ആ തിരുമാന്ധാംകുന്നിൽ അമ്മയെ അദ്ദേഹം പ്രകീർത്തിച്ചും കൊണ്ട് അംബാസ്തവം എന്ന് പറയുന്ന കൃതി എഴുതിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ രോഗമെല്ലാം മാറി, അദ്ദേഹത്തിന് ആയുരാരോഗ്യം അവിടെ ദേവി അനുഗ്രഹിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ആ ദേവിയെ മനസ്സിൽ നല്ലോണം ധ്യാനിച്ചും കൊണ്ട് ഇന്നത്തെ ഈ ഒരു ഉദ്യമവും ദേവിയുടെ കാൽക്കൽ സമർപ്പിക്കുകയാണ്. ഹരേ.